കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഉദ്ഘാടന പ്രഭാഷണം ജാമിദ ടീച്ചർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേരുന്നു. നമുക്ക് അത്ര വലിയ സന്തോഷകരമായ നിമിഷമല്ല ഇത്. കാരണം മതത്തിനതീതമായി നമ്മുടെ സഹജീവികൾ കുറെ തീവ്രവാദികളാൽ, മതം തലയ്ക്കു പിടിച്ച ഭീകരരാൽ ജീവനും കൈവെള്ളയിൽ പിടിച്ച് നെട്ടോട്ടം ഓടുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അവരുടെ വേദനയിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരുക എന്നതാണ് നമ്മുടെ ദൗത്യം. നമ്മളൊക്കെ ഓരോ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നമുക്കറിയാം, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ നമ്മൾ എന്തൊക്കെ കയ്യിലെടുക്കും, എങ്ങോട്ട് ഓടിപ്പോകും. മക്കളെയും പെട്ടിയും കിടക്കയും ഒക്കെ എല്ലാം കെട്ടിപ്പെറുക്കി എടുത്ത് എങ്ങോട്ട് ഓടും? പാകിസ്ഥാനിലേക്കോ, അതോ അഫ്ഗാനിലേക്കോ, അതോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാവാനോ? ഈ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ കാരണമായിട്ടുള്ള ആ ഒരു പോയിന്റ് നിൽക്കുന്നത്. മതഭീകരവാദികൾ എങ്ങനെയാണ് നമ്മുടെ നാടിനെ ചുറ്റി വരിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഒരാള് ശബ്ദിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യമുണ്ട്. ആ ഒരാളാകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ആദ്യം ആര് ശബ്ദമുയർത്തും? മുമ്പ് ക്രിസ്ത്യൻ കോളേജായ നിർമ്മല കോളേജ് മൂവാറ്റുപുഴയില് കുറച്ച് കുട്ടികൾ സമരം ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. നമസ്കരിക്കാൻ ഞങ്ങൾക്കിവിടെ സമയം വേണമെന്ന് പറഞ്ഞിട്ട് അവരെ എൻകറേജ് ചെയ്തത് ഒരു മത അധ്യാപകനായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നമസ്കരിക്കാൻ സമയമാകുമ്പോൾ നിങ്ങൾ സൈലന്റായി ചെല്ലുക ഒരു ക്ലാസ് റൂമിലേക്ക്, ഒരു ബെഞ്ച് എടുത്ത് ഡെസ്കിന്റെ മുകളിലേക്ക് കമിഴ്ത്തി വെക്കുക, നിങ്ങൾ ഒരാൾ അവിടെ നമസ്കരിക്കുക. രണ്ടാമത്തെ ദിവസം ആ ഒരാള് 3 പേരാകും, മൂന്നാമത്തെ ദിവസം അവർ 6 പേരാകും. എവിടെ നിന്നാണ് മോട്ടിവേഷൻ കിട്ടുന്നതെന്ന് കണ്ടോ? നമ്മൾ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യും? ഞാനൊരു പെട്ടിക്കട തുടങ്ങാൻ പോകണം, എന്താ നിന്റെ അഭിപ്രായം? വേറെ പണിയൊന്നും ഇല്ലടാ, മറ്റേ രായൻ തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി, ഗോപാലൻ തുടങ്ങിയിട്ട് അവനിപ്പോ കടവും കടത്തിന്റെ എന്തിനും നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്ന് എവിടെ നിന്നാണ് കുട്ടികൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് എന്ന് കണ്ടോ? എന്നിട്ട് ഒരാഴ്ചയായപ്പോൾ നമസ്കാരം തുടർന്നു. ആ ക്ലാസ്സിനകത്തുള്ള കുട്ടികൾ നമസ്കരിക്കാൻ വന്നു. ക്രമേണ കൂടുതൽ ബാച്ചുകളിലെ കുട്ടികൾ അവിടെ എത്തി. ആ പ്രഭാഷകൻ പറഞ്ഞു നിർത്തുകയാണ്, ഇന്ന് റെഗുലറായി 150ഓളം ആളുകൾ നമസ്കരിക്കുന്ന ഒരു പള്ളിയായി ആ മുസ്ലിം സ്ഥാപനത്തിൽ. നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ വന്ന കുട്ടികൾ ചോദിച്ചു, ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ, പിന്നെ ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കാൻ ഒരു റൂം തന്നാല്? പിന്നീട് അത് വഖഫിന്റേതാകുമെന്ന് ഇന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാനോ നിങ്ങളോ ഒരാള് ശബ്ദിച്ചത് കൊണ്ട് എന്താണ് കാര്യമെന്നാ? ഞാൻ വരുന്നത് വളരെ തീവ്രമായി ചിന്തിക്കുന്ന മതവിഭാഗത്തിലെ ഒരു കുടുംബത്തിൽ നിന്നാണ്, വളരെ റിജിഡായി ചിന്തിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന്.
ഞാനിപ്പോ ചിന്തിക്കുവാണ്, ഞാൻ ഒരാള് ശബ്ദമുയർത്തിയിട്ട് എന്താ കാര്യം? 1400 വർഷങ്ങളായി ഫോളോ ചെയ്തു വരുന്ന ഒരാശയം, ആയിരക്കണക്കിന് കോളേജുകളെ കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന മതഗ്രന്ഥം, ഇതിനകത്തുള്ളത് ഇതാണ് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ? വേണ്ടെന്നേ. ചിന്തിക്കാൻ പറ്റുന്ന ഒരാളെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതാണ് എന്റെ ബെനിഫിറ്റ്. നിങ്ങളോട് ഇത് തുറന്നു പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താ? കുറെ കേസുകള്, കുറെ വെറുപ്പുകള്, കുറെ ഇല്ലാക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ആളുകള്, മനസമാധാനത്തോടുകൂടി മക്കളുടെ പേരൻസ് മീറ്റിങ്ങിന് പോലും ഒന്ന് പങ്കെടുക്കാൻ പറ്റാതെ നിർഭയത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും സ്വന്തം ജനത പീഡിപ്പിക്കപ്പെടുമ്പോൾ, അവർ ബലാത്കാരം ചെയ്യപ്പെടുമ്പോൾ, ജീവനോടെ കുഴിച്ചു മൂടപ്പെടുമ്പോൾ അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കും, ലജ്ജയില്ലേ? നിങ്ങൾ ചോദിക്കും, നമ്മളിപ്പോ എങ്ങനെ പ്രതികരിക്കാൻ? ഞാനിപ്പോ എങ്ങനെയാ പ്രതികരിക്കുന്നത്? എല്ലാവർക്കും പ്രഭാഷകരാകാനൊന്നും പറ്റില്ല, എല്ലാവർക്കും പ്രഗത്ഭരായിട്ടുള്ള യൂട്യൂബേഴ്സ് ആകാനും പറ്റില്ല, എല്ലാവർക്കും ആക്ടിവിസ്റ്റുകളാകാൻ പറ്റില്ല. എല്ലാവർക്കും ഇന്ന് സുലഭമായി ഉപയോഗിക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയല്ലേ ജൂതൻ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതിനകത്തുകൂടി നമുക്ക് പ്രതികരിക്കാമല്ലോ. ഒരു പോസ്റ്റ് ഇട്, ബംഗ്ലാദേശിലെ സഹോദരങ്ങൾക്കൊപ്പം 10 പേര് വന്ന് അതിനകത്ത് കമന്റ് ചെയ്താൽ നമുക്ക് മനസ്സിനൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ? നമ്മുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി നമ്മൾ അത്രയെങ്കിലും ചെയ്തു എന്നൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, നിങ്ങളിൽ എത്ര പേർക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. നമ്മൾ ചിന്തിക്കണമെന്ന് തരുമ്പോൾ ഞാനിടുന്ന പോസ്റ്റ് ആരും കാണുന്നില്ല, ലൈക്ക് അടിക്കുന്നില്ല. ലൈക്ക് വേണ്ട, നമ്മുടെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ അതിന് സംസാരിച്ചു എന്ന്. ഒരു ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരു രാജ്യത്തിന്റെയോ ഏതെങ്കിലും ഒരു ഏരിയയുടെയോ അധികാരമേൽപ്പിച്ചാൽ ഒരിക്കലും കൊണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു പ്രവാചകന്റെ സമുദായത്തിൽ നിന്നും ഒരു സ്ത്രീ ഉയർത്തെഴുന്നേറ്റ് വരുക, തന്റെ പിതാവിനെയും കൂടപ്പറപ്പുകളെയും വധിച്ചവരെ ഒന്നൊന്നായി തെരഞ്ഞു പിടിച്ച് അവര് തൂക്കിക്കൊല്ലാൻ വിധിക്കുക ചെയ്തേ. ആ സ്ത്രീ ചിന്തിച്ചോ, ഓ ഞാനൊരു പെണ്ണൊരുത്തി വിചാരിച്ചത് കൊണ്ട് മുസ്ലിം സമൂഹങ്ങൾക്ക് എന്തു മാറ്റം സംഭവിക്കാനാണുള്ളത്? ഇവിടെ നമ്മുടെ അധ്യക്ഷനും അതുപോലെ സ്വാഗത പ്രസംഗകനും സംസാരിച്ചു. 1971 ഇന്ത്യ എന്ന സ്വതന്ത്ര ഭാരതം മാത്രം കാരണമായി പാകിസ്ഥാന്റെ വെകിളി പിടിച്ച മതഭീകരതയിൽ നിന്നും ബംഗ്ലാദേശിനെ ഒരൊറ്റ രാജ്യമാക്കി മാറ്റി കൊടുക്കാൻ ഇന്ത്യ കഷ്ടപ്പെട്ടു. ഇപ്പോ ഇന്ത്യ പല തവണയായി ബംഗ്ലാദേശിനോട് പറയുന്നു, ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത്. എപ്പോഴെങ്കിലും നരേന്ദ്രമോദിയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ പറഞ്ഞോ, നിങ്ങൾക്ക് അത് ചെയ്ത് തന്നില്ലേ, നിങ്ങൾക്ക് ഇത് ചെയ്ത് തന്നില്ലേ, നിങ്ങൾക്ക് ഗോതമ്പ് തന്നില്ലേ, നിങ്ങൾക്ക് അരി തന്നില്ലേ? ഇതൊന്നും പറയാൻ നരേന്ദ്രമോദിക്ക് നേരമില്ല. സ്വതന്ത്ര ഭാരതത്തിനും ഇതൊന്നും പറയാൻ നേരമില്ല. ഫ്ലൈറ്റും പൈലറ്റിനെയും കൊടുത്ത മാലദ്വീപ് നരേന്ദ്രമോദിയെ പരിഹസിച്ചിരിക്കുന്നു. ഇതൊന്നും വിളിച്ചു പറയാൻ നേരമില്ല. നമുക്ക് ചെയ്യാൻ ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. നെഗറ്റീവ് എഫക്റ്റുകളുടെയും നെഗറ്റീവ് കമന്റ്സിന്റെയും അത്തരം ഇതിന്റെ ഒക്കെ പിന്നാലെ പോയാൽ ഉള്ള സമാധാനം നഷ്ടപ്പെടും. അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഹസീന എന്ന് പറയുന്ന ഒരു ലേഡി തെളിയിക്കുക. കുടുംബത്തിലെ അവരല്ലാതെ ഒന്നുമില്ല, എല്ലാത്തിനെയും കഷ്ണം കഷ്ണമാക്കിയ ആളുകളോട് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു, തോൽക്കുന്നു, പ്രതിപക്ഷമാകാനുള്ള സാഹചര്യം കിട്ടി, മതി, ഇനി ഭരണപക്ഷം പിടിക്കാൻ എനിക്ക് കഴിയും. സുരേഷ് ഗോപി എന്താ ചെയ്തത്? തോറ്റെടുത്ത് നിന്ന് ഓടിയില്ല, അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് തെളിയിച്ചു. അതുകൊണ്ട് അവിടെ പിടിച്ചു. മറ്റത് തോറ്റിട്ട് പെട്ടിയും കിടക്കയും പറക്കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? ഹസീന സർക്കാർ അവിടെ നിന്ന് ജനങ്ങളെ കയ്യിലെടുത്തു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. അപ്പോ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി അവാമി ലീഗ്, ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് മുജീബ് റഹ്മാൻ, അയാളാണ് പിന്നെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ്. അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. അങ്ങനെ ഈ രാജ്യം ഭാഗിച്ചു വന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളുകളാണ്. അവർക്ക് സംവരണം കൊടുക്കണമല്ലോ. അടുത്തത് നോക്കിയപ്പോൾ NDP എന്ന് പറയുന്ന ഒരു ഖാലിദ് സിയ എന്ന് പറയുന്ന ആളാണ് അധികാരത്തിൽ വരുന്നത്. സംവരണം ശരിയായി കിട്ടിയില്ല. വീണ്ടും ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ആ സംവരണ പ്രശ്നം തന്നെ ഇവർ ഉയർത്തുന്നു. കാരണം ഈ രാജ്യം സ്വതന്ത്രമാകുന്നതിനു വേണ്ടി ജീവൻ പണയപ്പെടുത്തിയ ആളുകൾക്ക് 30% സംവരണം കൊടുക്കണം. ശരിക്കു പറഞ്ഞാൽ ഇതല്ല അവിടുത്തെ പ്രശ്നം.
സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്, 7% സംവരണം കൊടുക്കാം. അതായിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ അവസാനിക്കണമായിരുന്നു. ഇവര് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയ ഒന്ന് നോക്കി വെച്ചോ. പെട്ടിയും കിടക്കയും ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒന്നുമല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിച്ച് കരയാനെങ്കിലും പറ്റണമല്ലോ. ബംഗ്ലാദേശിന്റേത് കേരളത്തിലും വരും, സ്വതന്ത്ര ഭാരതത്തിന്റെ എല്ലാ ഏരിയയിലും വരും. അത് വരെ ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അനുഭവിക്കാം, ഉള്ളവർക്കെങ്കിലും. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ആദ്യം ചെയ്തത് നമുക്ക് ഹുക്കൂമത്തെ ഇലാഹി വേണം, ഇസ്ലാമിക രാഷ്ട്രം. ഇന്നലെ ഒരു ബംഗാൾ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ന്യൂനപക്ഷമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷമായേ തീരൂ. കഴിഞ്ഞ ദിവസം ഉണ്ട് കേരളത്തിലെ ഒരു അലിയാർ കാസ്മി പറയുന്നുണ്ട്, നമ്മൾ കേരളത്തില് ഭൂരിപക്ഷമായിട്ടുണ്ട് കേട്ടോ, 27 ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൂചനയാണ്, ഇതൊക്കെ പലതിലേക്കുമുള്ള സൂചനകളാ. നമ്മൾ പെട്ടിക്കട തുടങ്ങാൻ പോകുമ്പോൾ തുടങ്ങല്ലേടാന്ന് പറയുന്നത് പോലെയല്ല, ധൈര്യമായിട്ട് ഒരു കവർ മിഠായി വാങ്ങിച്ച് തുടങ്ങടാ, ഞങ്ങൾ നിന്നെ വിജയിപ്പിച്ചു തരാം എന്ന് പറയാൻ അവർക്ക് ആളുണ്ട്. നമുക്കിടയിൽ ആളില്ല, നമുക്കിടയിൽ പുറകോട്ട് വലിക്കാനുള്ള ഞണ്ടുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നിട്ട് ഈ സ്ത്രീ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് സംവരണം വേണമല്ലോ, വീണ്ടും ആ പ്രശ്നം ഉന്നയിച്ചു വന്നപ്പോൾ ഇവർ ആ പ്രശ്നം എന്തായിരുന്നാലും ശരി. അപ്പൊ നോക്കുമ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഏതാണ്ട് മരിച്ചു കഴിഞ്ഞു. ഇനി എന്നാൽ അവരുടെ മക്കൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കൾക്ക് കൊടുക്കാം. അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രശ്നമുണ്ടാക്കി. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പ്രശ്നം എന്തായിരുന്നു എന്നുകൂടി അറിയണം. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയും. ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ഭാഗിച്ചു പോകുന്ന സമയത്ത് നല്ലൊരു വിഭാഗം പാകിസ്ഥാനികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഇസ്ലാമിക രാജ്യമാണല്ലോ ഈ മുറിയുന്നത്. അപ്പൊ ബംഗ്ലാദേശിലെ കുറച്ച് ആളുകൾക്ക് പാകിസ്ഥാനിനോട് അനുഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴും പാകിസ്ഥാനിലെ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഇന്ത്യയോട് അനുഭാവമുണ്ട്. ഇവിടെ ഗോതമ്പിന് വേണ്ടിയിട്ട് തല്ലുകൂടി 3 എണ്ണം ചത്ത സമയത്ത് പാകിസ്ഥാനിൽ നിന്നൊരു യൂട്യൂബർ പറയാണ്, പടച്ചവനെ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ പോലെ ഒരു ഭരണാധികാരിയെ താല്ലാ. ആ യൂട്യൂബർ പ്രസംഗിക്കുക, അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പൊ നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഈ സ്വതന്ത്ര ഭാരതത്തെ പോലെ ഒരു രാജ്യമായി ഞങ്ങൾ മാറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം പാകിസ്ഥാനിലുമുണ്ട്. അതുപോലെ ബംഗ്ലാദേശിനോട് അനുഭാവമുള്ള കുറച്ച് ആളുകൾ പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു, പാകിസ്ഥാനിലോട് അനുഭാവം ഉണ്ടായിരുന്ന ആളുകൾ ബംഗ്ലാദേശിലും ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇവരെ 2 പേരെയും എങ്ങനെ കയ്യിലെടുക്കാം എന്ന് ചിന്തിച്ചു. ഇപ്പൊ ഷെയ്ഖ് ഹസീന ആണെങ്കിൽ കുറച്ച് മതേതരവാദിയാണ്, ജനാധിപത്യവാദിയാണ്. പെണ്ണുങ്ങളെ ഈ ചാക്കിനകത്ത് അപ്പിക്കുപ്പായത്തിനകത്ത് കയറ്റിയിരിക്കുന്ന ആൾക്കാരൊന്നും ആയിരുന്നില്ല സ്ത്രീ. അവര് നല്ലതുപോലെ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് വേണം, അവരർഹിക്കുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അവർക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. ഒന്നാമതൊരു പെണ്ണ്, പിന്നെ 2 ഇവരാണെങ്കിൽ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങിയിരിക്കുന്നു, ഇവരുടെ കഴുത്തും തലയൊക്കെ കാണുന്നുണ്ട്. അതോടുകൂടി ജമാഅത്തെ ഇസ്ലാമി നമുക്ക് പടച്ചോൻ എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഭരണം അല്ല ഇത്. പടച്ചോൻ ഇഷ്ടം പടച്ചോന്റെ അണ്ടറിലെല്ലാം കൊണ്ടുവരുന്നതാണ്. അപ്പോ പടച്ചോൻ അധികാരത്തിൽ വരാതെ പടച്ചോന്റെ ഭരണഘടനയായ ഖുർആനിനെ ഭരണഘടനയാക്കാതെ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഖാലിദ സിയ എന്ന് പറയുന്ന ആളായിരുന്നു പ്രധാനമന്ത്രി. പിന്നീട് 2018 ഇവർ അധികാരത്തിൽ കയറുന്നു. അധികാരത്തിൽ കയറിയ സമയത്ത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച കുഞ്ഞുകുട്ടി പൈതലുകളെ അടക്കം സകലമാന കൊമ്പന്മാരെയും വമ്പന്മാരെയും അവർ കാരാഗ്രഹത്തിൽ അടച്ചു. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് കാരാഗ്രഹത്തിൽ അടച്ചു. അവരൊരു അവസരം നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെയാണ് സംവരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അപ്പം സുപ്രീം കോടതി വിധി വന്നു, ശരി 7% സംവരണം അവർക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഇല്ല, ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രശ്നമായിട്ട്, ഒരു പ്രക്ഷോഭമായിട്ട്, നമ്മുടെ നാട്ടിൽ കുറച്ച് കാഫിറുകളുണ്ട്, അവരെയൊക്കെ നാട് കടത്തുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ ഒന്ന് കൊണ്ടുപോകണം. ഇവര് പ്രശ്നമായി. ഇവരെ പൊതുനിരത്തുകൾ കത്തിക്കാൻ തുടങ്ങി. ഇവരെല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും. നമ്മുടെ നാട്ടിലും അതെ, എന്ത് പ്രശ്നം വന്നാലും ഇവർ പൊതുനിരത്തിൽ ഇറങ്ങും. പോപ്പുലർ ഫ്രണ്ടിന്റെ ധർണയൊക്കെ കണ്ടിരുന്നില്ലേ? അവര് രംഗത്തിറങ്ങും. എന്നിട്ട് അവരെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് അവര് ചെയ്യും. കോലം കത്തിക്കണോ, വാഹനങ്ങൾ അടിച്ചു നിരത്തണോ, കത്തിക്കണോ, കടകൾ അടിച്ചു നിരത്തണോ, ആൾക്കാരെ കൊല്ലണോ, എന്തും ചെയ്യും. അങ്ങനെ കാണുമ്പോ ആൾക്കാര് ഭയക്കും. ഇത് തന്നെയാണ് മുമ്പും ഉണ്ടായിട്ടുള്ളത്. മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു,
നിങ്ങൾ ഇറങ്ങി ഡയറക്റ്റ് ആക്ഷൻ, കയ്യിൽ കിട്ടുന്നത് എടുത്തിട്ട് നിങ്ങൾ പൊരുതിക്കൊള്ളാൻ പറഞ്ഞു. ആലോചിക്കണം, ആ സമയത്ത് ഗോപാൽ പാഠ എന്ന ഒരു ഹൈന്ദവൻ അവതരിക്കുവാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച് അടിച്ചു നോക്കിയാൽ മതി. ഗോപാൽ പാഠ, PATH എന്നാണ് അതിനകത്ത് കിട്ടുക, മുഖർജി പാഠ. അദ്ദേഹം ഈ മുഹമ്മദ് അലി ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷന് വേണ്ടിയിട്ട് വിധേയരാകാൻ വേണ്ടിയിട്ട് കുറെ ഹിന്ദുക്കൾ, കാഫറുകള് തലയും നീട്ടിക്കൊടുത്ത് നിന്നപ്പോൾ ഇദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, വെറുതെ ചാവരുതടാ, കൊന്നിട്ട് ചാവണം, വെറുതെ മരിക്കരുത്, വെറുതെ നിങ്ങൾ കൊല്ലപ്പെടരുത്, കയ്യിൽ കിട്ടുന്ന കമ്പും കവണയും എടുത്ത് പൊരുതടാ, പൊരുതിച്ചാക്, അന്തസ്സുണ്ട്. ഈ മനുഷ്യൻ അങ്ങോട്ട് പറഞ്ഞതും ഈ കൂടി നിന്ന ആളുകളൊക്കെ അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. അങ്ങനെയാണ് അന്ന് ഇന്ത്യ വിഭജന സമയത്ത് കുറച്ച് ഹിന്ദുക്കളെങ്കിലും ഇവിടെ ജീവനോടെ ബാക്കി നിന്നത്. അല്ലെങ്കിൽ അവരൊക്കെ കൊന്നുകളയുമായിരുന്നു. കാരണം ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പൊരുതി നിങ്ങളോട് പൊരുതാൻ പറഞ്ഞു. ഇപ്പൊ ബംഗ്ലാദേശിലും അത് തന്നെയാ സംഭവിച്ചത്. ബംഗ്ലാദേശിലും ഒരു ഗോപാൽ പാഠ അവതരിച്ചു, വെറുതെ മരിക്കരുത് എന്ന് പറഞ്ഞു. കയ്യിൽ കിട്ടുന്ന കമ്പിയെങ്കിൽ കമ്പി, പാരയെങ്കിൽ പാര, അതല്ല മരക്കഷ്ണമെങ്കിൽ അത്, അതുമായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ പൊതുനിരത്തിൽ ഇറങ്ങിയതോടുകൂടി അക്രമകാരികൾ ശാന്തരായി. ഇനിയാണ് ഞാൻ പറഞ്ഞു വെച്ച പോയിന്റ്. വളരെ റിജിഡായി ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ ചിന്തിക്കുവാണ്, ഈ ഗ്രന്ഥത്തിനെതിരെ ഞാൻ സംസാരിച്ചാൽ ആർക്കെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകുമെന്ന് തെളിഞ്ഞില്ലേ? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മക്കൾ ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്നും ബഹിഷ്കരിച്ചു. ഇന്ന് ഒരുപാട് കുട്ടികളുടെ വലിയ ഗ്രൂപ്പുകളുണ്ട് എനിക്ക് വാട്സപ്പിൽ തന്നെ. ആ കുട്ടികൾ പറയുന്നുണ്ട്, നിങ്ങൾ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാക്കുന്നത്, സ്വയം പര്യാപ്തരാകട്ടെ, ഞങ്ങൾക്കൊരു ജോലി കിട്ടട്ടെ, ഞങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡം നേടട്ടെ, ഞങ്ങൾ ഈ അപ്പിക്കുപ്പായം വലിച്ചെറിയും, ഞങ്ങൾക്ക് ഈ മതം വേണ്ട. എന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് മുസ്ലിം പുരോഹിതരോട് നിന്നവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം നമ്മൾ ശബ്ദിച്ചിട്ട് എന്തുണ്ടാ കാര്യമെന്ന് വിചാരിച്ചിരുന്നെങ്കിലോ. അങ്ങനെ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയപ്പോൾ ഒരു ജനാധിപത്യം ബംഗ്ലാദേശിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. അവര് ഭയന്നില്ല. മറ്റവരെയൊക്കെ, എന്റെ തന്തയും തള്ളയൊക്കെ ഇവര് വെട്ടി എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തിടിച്ച് നിലവിളിച്ചിരിക്കാൻ അവർക്ക് നേരമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയി, നാളെ എന്നുള്ളത് വരുമോ ഇല്ലെന്ന് ഉറപ്പില്ല. ഇന്നാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കണം. അതാണ് ഷെയ്ഖ് ഹസീന ചിന്തിച്ചത്. അങ്ങനെ ഒരു ജനാധിപത്യം അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ, ഒരു മതേതരത്വം അവിടെ വിജയിച്ചപ്പോൾ, ദേശീയതയിലൂന്നിയ ഒരു ജനവിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് സാധിച്ചപ്പോൾ ആ പെണ്ണൊരുത്തിയെ എങ്ങനെ വീഴ്ത്തണം, അതാ ഈ ചിന്ത. ജമാഅത്തെ ഇസ്ലാമിയുടെ 3 സന്ദേശങ്ങൾ അതാ. ജനാധിപത്യം പാടില്ല, മതേതരത്വം പാടില്ല, ദേശീയത പാടില്ല. ഇത് 3ഉം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അതേ രാജ്യത്തെ അവർക്ക് പറ്റുള്ളൂ. 45 മിനിറ്റ് കൊടുക്കുകയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക്. എന്താ ഷെയ്ഖ് ഹസീന ചെയ്ത തെറ്റ്? ഈ പ്രക്ഷോഭകാരികൾ 3-4 പേരെ കൊന്നു, 96 പേര് മരിച്ചു എന്ന് ഇവർക്ക് മെസ്സേജ് കിട്ടുക. അപ്പോ ഇവര് തീവ്രവാദികളാണ് എന്ന ഒരു വാക്ക് പറഞ്ഞു പോയി. ഈ പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികൾ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ 45 മിനിറ്റാണ് നിർണായകമായി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അവിടുത്തെ പട്ടാളം കൊടുത്തത്. അതിനോടകം രാജിവെക്കണം. ശരി, അവർ 30 മിനിറ്റ് എടുത്തോളൂ, 15 മിനിറ്റ് നിങ്ങൾക്ക്. ആ 30 മിനിറ്റ് കൊണ്ട് അവരെവിടെയാ വന്നത്? 57 ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിരിക്കെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവര് മതിയല്ലോ. ആ ഒരു രാജ്യവും തിരഞ്ഞെടുക്കാതെ കാഫിറായ നരേന്ദ്രമോദി ഭരിക്കുന്ന ബഹുസ്വരതയിലൂന്നിയ ഈ സ്വതന്ത്ര ഭാരതത്തെയാണ് അവർ തിരഞ്ഞെടുത്തത്. അതിൽ നിന്ന് തന്നെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവര് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവര് ഇന്ത്യയിലെത്തുന്നു. ഇന്നും അവർ ഈ രാജ്യത്തോട് കൂറ് പുലർത്തിയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരവിടെ നിന്ന് മാറി 2.5 മണിക്കൂർ പോലും ആയിട്ടില്ല. അതിനോടകം കുറെ അക്രമകാരികൾ അവരുടെ വസതിക്കകത്ത് കയറിയിട്ട്, അവരുടെ കൾച്ചറാണത്, ഒരു വടിയെടുത്തിട്ട് ഇവരുടെ ജെട്ടിയും ബ്രായും അടിപ്പാവാടയും ഒക്കെ തൂക്കിയെടുത്ത് പൊതുനിരത്തിലിറങ്ങി ഇവര് കരഘോഷം മുഴക്കുക.
ഇവര് കുടിച്ച ഗ്ലാസ്, ഇവരിരുന്ന കസേര, ഇതൊക്കെ എടുത്ത് ചുമന്നു കൊണ്ടുപോകുക. ഇത് കൊണ്ടുപോകുന്ന സമയത്ത് കാണുന്നത് എന്തുവാ? മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിന്റെ പ്രതിമയുടെ മുകളിൽ കയറി ഒരുത്തൻ മൂത്രം ഒഴിക്കുക. വേറൊരുത്തൻ കമ്പും കഴിയും ഒക്കെ വെച്ചിട്ട് ഈ പ്രതിമ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുക. വേറൊരുത്തനുണ്ട് പാർലമെന്റിൽ പോയിരുന്ന് സിഗരറ്റ് വലിക്കുക. വേറൊരുത്തൻ പാർലമെന്റിന്റെ മൂലയ്ക്ക് പോയി മൂത്രം ഒഴിക്കാൻ നോക്കുമ്പോൾ മറ്റവൻ പറഞ്ഞ് ഒഴിക്കലട, അപ്പുറത്ത് ബാത്റൂം ഉണ്ട് എന്ന്. ഇവരൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്നതാണ് എന്ന് മനസ്സിലായില്ലേ? അപ്പൊ കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക എന്ന ആശയം ബംഗ്ലാദേശിൽ മാത്രമല്ല, നാളെ നമ്മളിൽ ഓരോരുത്തരും അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നമാണിത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത് നമ്മൾ മെജോറിറ്റി ആയില്ലേ എന്ന്. ഇപ്പോ വഖഫ്, എന്തിനാണ് വഖഫ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? 2047 ഡെഫിനറ്റ്ലി ഇത് ഇസ്ലാം മത രാജ്യമായിരിക്കും, അവർ ഭൂരിപക്ഷമാകും. പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്ത് എത്ര ശതമാനം മുസ്ലിങ്ങളാണോ ഇവിടെ ഉണ്ടായിരുന്നത് അതിന്റെ എത്രയോ ഇരട്ടിയായി കഴിഞ്ഞു. ഇപ്പോൾ ഓരോ വർഷത്തെയും സെൻസസ് എന്റെ കയ്യിലുണ്ട്. 2047 ആകുമ്പോഴേക്ക് ഈ സ്വതന്ത്ര ഭാരതത്തിൽ മുസ്ലിങ്ങൾ 83% മാറുമെന്നാണ് സെൻസസ്. അപ്പൊ പിന്നെ ഇസ്ലാമിക രാജ്യമാക്കാൻ പ്രയാസമില്ലല്ലോ. അതിന്റെ മുന്നോടിയായി എന്ത് ചൂണ്ടിക്കാണിച്ചാലും അത് വഖഫിന് 55-ലും ഏറ്റവും ഒടുവിലായി 2013-ലും ഒക്കെ ആയിട്ട് കോൺഗ്രസ് കൊടുത്തതാ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല. ആ കോൺഗ്രസ് ഈ രാജ്യത്തോട്, അവരെ വിജയിപ്പിച്ച ജനാധിപത്യ വിശ്വാസികളോട് ചെയ്ത കൊടും ചതിയുടെ പിന്നിലെ വഖഫ് ബോർഡിന്റെ ചതിയാണ് ഇന്ന് ഒരു കൂട്ടം ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ബാധിക്കും. ഇവരുടെ വഖഫ് സൈറ്റില് കേരളത്തിന്റെ ഏതാണ്ട് 80% വസ്തുവകകളും വഖഫിന്റേതാണ്. ഇപ്പൊ വഖഫ് സൈറ്റ് പോലും കിട്ടുന്നില്ല. ഏതൊക്കെയാണ് വഖഫ് പിടിച്ചെടുക്കാൻ പോകുന്നത് എന്നറിയില്ല. അപ്പൊ നമ്മളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് നമ്മൾ നികുതി അടയ്ക്കുന്നു, ചിലരൊക്കെ പണയപ്പെടുത്തിയിരിക്കുന്നു, ചിലർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. പെട്ടെന്നൊരു സമയത്ത് വന്നിട്ട് വഖഫ് ബോർഡ് പറയാണ് ഇത് ഞങ്ങളുടേതാണ്. എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു രീതി? നമ്മൾ അടുക്കള ഒരു 10,000 രൂപ കിട്ടിയാൽ അടുക്കള ഒന്ന് റെഡിയാക്കി, ഹാൾ ഒന്ന് വീതിയാക്കി, വീടൊന്ന് ഇന്റർലോക്ക് ചെയ്ത്, ഒന്ന് പെയിന്റ് അടിച്ച്, നമ്മൾ ഇങ്ങനെ കിട്ടുന്ന പൈസയ്ക്ക് അനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങൾ വിശാലമാക്കി കൊണ്ടുവരുമ്പോ പെട്ടെന്നൊരു ദിവസം വഖഫ് ബോർഡ് വന്ന് പറയുവാണ് ഇത് ഞങ്ങളുടേതാണ്. എന്താ എവിഡൻസ്? എവിഡൻസ് ഇല്ല. പിന്നീട് നമ്മൾ പോകുന്നത് കോടതിയിലേക്ക്. പോകാൻ പറ്റില്ല. കാരണം വഖഫ് ബോർഡിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് വഖഫ് ട്രൈബ്യൂണലാണ്. If the parties were Muslim, the rule of law shall be the Muslim personal law. മുസ്ലിങ്ങൾക്ക് ബാധകം അവർക്ക് പേഴ്സണൽ ലോ ആണ്, അവർക്ക് വഖഫ് ബോർഡിന്റെ നിയമമാണ്, അവർക്ക് ഉലമാ ബോർഡിന്റെ നിയമമാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴും പാകിസ്ഥാന്റെ നിയമങ്ങളോടാണ് പ്രിയം. നമ്മൾ പറയാണ് അതെങ്ങനെ സാധിച്ചു കൊടുക്കാൻ പറ്റും? പള്ളിപ്പോ പറഞ്ഞാൽ മതി, ഒരിടത്തും പരാതിക്ക് പോകാൻ പറ്റില്ല. മുനമ്പം ജനത അനുഭവിക്കുന്ന പ്രയാസം കണ്ടില്ലേ? ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ആ സിദ്ദീഖ് സേട്ടിന് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണത്. പിന്നീട് അത് സത്താർ സേട്ടിലേക്ക് വരുന്നു. പാട്ടം എന്ന് പറഞ്ഞാൽ പണയം, ലീസ്. അതിന് ലഭിക്കുന്നത് ഇവരെങ്ങനെയാണ് വഖഫിന് കൊടുക്കുന്നത്? വഖഫിന്റെ മേലാളന്മാർ ഇത് വിറ്റ് കോടിക്കണക്കിന് പണമുണ്ടാക്കി അവന്റെ മക്കൾക്കും ചെറുകുട്ടികൾക്കും ഒക്കെ തലമുറകളോളം തിന്നാനുള്ള വകുപ്പുണ്ടാക്കിയിട്ടു. ഈ പാവങ്ങൾക്ക് വസ്തുവുമില്ല, പൈസയുമില്ല. ആരോടാ പോയി പറയാ? ഇനിയും ഈ വിഷയം ഇവരോട് പറയണമെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിനോട് തന്നെയാ പോയി പറയേണ്ടത്. അതായത് വേട്ടക്കാരനോട് തന്നെ. കള്ളനോട്ട് കണ്ടുപിടിച്ചവൻ തന്നെ അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാകും? അത് കണ്ടുപിടിക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ വഖഫ് ഇവര് തന്നെയാണ് ആരോപിക്കുന്നത്, ഇവരോട് തന്നെയാണ് നമ്മൾ പരാതിയുമായിട്ട് ചെല്ലേണ്ടത്. ഈ വഖഫ് ബോർഡും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വലിയ രൂപത്തിൽ ബന്ധമുണ്ട്. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. വഖഫ് ബോർഡിന്റെ ആളുകൾ ആരാ? പഴയ സിമിയുടെ ആളുകൾ, NDF-ന്റെ ആളുകൾ, പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, മുസ്ലിം ലീഗിന്റെ ആളുകൾ.
അവരെപ്പോഴെങ്കിലും കാഫിറുകളെ ഇവിടെ വച്ചു വാഴിക്കാമെന്ന് വിചാരിക്കുമോ? ഇല്ല. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ഒരു വിഷയം കൂടിയുണ്ട്. ഉലമാ ബോർഡ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വഖഫ് ബോർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിക്ക് മേലെ ഒരു ബോർഡ് ഉണ്ട്, ഉലമാ ബോർഡ്. അൽ ഉലമാ ബോർഡ് എന്നാണ് അതിന്റെ പേര്. അവരും ഇതുപോലെ തന്നെയാണ്. എല്ലാം ഓൾ ഇൻ ഓൾ അവരാണ് അതിന്റെ അതോറിറ്റി. അവര് തീരുമാനിക്കും എല്ലാ കാര്യങ്ങളും. ആ ഉലമാ ബോർഡ് ഇപ്പോ കേന്ദ്ര സർക്കാരിനോട് 17 അപകടകരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വഖഫ് ബോർഡ് ബില്ലിനെ എതിർക്കുക. അതായത് ഇപ്പോ വഖഫ് ഏതൊന്ന് ചൂണ്ടിക്കാണിച്ചാലും അത് വഖഫിനാണ്, അതിനകത്ത് എല്ലാ മുസ്ലിങ്ങളാണുള്ളത്. പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞത് ഒരു മനുഷ്യന്റെ സ്വന്തം അവകാശത്തിലുള്ളതാണ് വഖഫ് ചെയ്യേണ്ടത്. ആ വഖഫ് ചെയ്യുന്നത് എന്തിനാ? പടച്ചോന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അത് മുസ്ലിങ്ങൾ കൊടുത്താൽ മതി, മറ്റവര് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് പടച്ചോനിൽ വിശ്വാസമില്ല. കാഫിറുകളുടെ സമ്പത്ത് പടച്ചോന് വേണ്ട. അത്രയ്ക്ക് നാണം കെട്ടവനൊന്നും അല്ലല്ലോ പടച്ചോൻ. അതുകൊണ്ട് മോദി പറഞ്ഞു, എന്നാ പിന്നെ കാഫിറുകളുടെ സമ്പത്ത് വേണ്ട. ഇനി ഏതെങ്കിലും കൺവേർട്ടഡ് ആയ ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ പോലും അവരെ ഒരു 6 മാസം നമുക്കൊന്ന് വീക്ഷിക്കാം. അവര് ഇസ്ലാമിനോട് അനുഭാവം തോന്നിയിട്ടാണ് കൊടുക്കുന്നത്, വേറെ ഏതെങ്കിലും ഒരു പ്രലോഭനമില്ല, അതല്ലെങ്കിൽ ഒരു സമ്മർദ്ദമില്ലാതെയാണ് കൊടുക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവര് കൊടുത്തോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ല. വഖഫ് ബോർഡിന്റെ നിയമങ്ങളിൽ ഒന്നിൽ പോലും ഒരു മൂലയ്ക്ക് പോലും ഒരു കോട്ടം സംഭവിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരിവിടെ ബഹളമുണ്ടാക്കി. അപ്പോ ഇവരൊന്ന് തണുത്തു. ശീതകാല സമ്മേളനത്തില് 15 ബില്ലുകൾ പാസ്സാക്കേണ്ടുന്നിടത്ത് ഒരു ബില്ല് പാസ്സാക്കേണ്ടതായിരുന്നു, വഖഫ് ബോർഡിന്റെ ബില്ല്. നരേന്ദ്രമോദി തൽക്കാലം അതവിടെ മാറ്റിവെച്ചു. ആ ഒരു ബില്ല് സത്യത്തിൽ അത് പാസ്സാക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു ഭാഗം ചിന്തിച്ചാൽ അത് പാസ്സാക്കരുത്. കാരണം ഈ വഖഫ് ബോർഡിന് വേണ്ടുന്ന എല്ലാ അധികാരങ്ങളും നൽകി നമ്മുടെ നാടിനെ ഒരു ബംഗ്ലാദേശ് ആക്കാൻ വേണ്ടിയിട്ട് പണിപ്പെട്ടതാരാ? കോൺഗ്രസ്. ഇപ്പോഴും ഈ ബംഗ്ലാദേശ് വിഷയമാണെങ്കിലും വഖഫ് ബോർഡിന്റെ വിഷയമാണെങ്കിലും 2 ചാനലുകളാണ് ഇത് ലൈവായി നിർത്തിയത്. ഒന്ന് ജനം TV, 2 ഷെക്കൈന ന്യൂസ്. വേറെ ഏത് ചാനലിലാണ് നമ്മൾ ഇത് കണ്ടത്? വേറെ ആരും ലൈവായിട്ട് ഇത് നിർത്തിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് മുഖ്യധാരാ ചാനലുകൾക്ക് ഈ വിഷയം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെത്താനെന്നല്ലേ. അങ്ങനെ ഇവര് സ്വയം മാറ്റത്തിരുത്തലിന് വിധേയരായവരാ. അപ്പോ ഈ വഖഫ് ബോർഡിന്റെ ഭേദഗതിയെ നിങ്ങൾ തൊടാൻ പാടില്ല. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയണം. രണ്ടാമത്തെ ആവശ്യം അൽ ഉലമാ ബോർഡിന്റെ 1000 കോടി രൂപ ഉലമാ ബോർഡിന് നൽകണം മഹാരാഷ്ട്ര സർക്കാർ. എന്തിനാണ്? സമുദായ നവീകരണം. ഇവർക്ക് മാത്രം സമുദായത്തെ നവീകരിച്ചാൽ മതിയോ? മതി. KT ജലീലിന്റെ നിയമസഭയിലുള്ള ഒരു പ്രഭാഷണമുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. അദ്ദേഹത്തിന്റെ സൈറ്റിൽ തന്നെയുണ്ട്, യൂട്യൂബ് സൈറ്റിൽ. മദ്രസ അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ, മാസം ശമ്പളങ്ങള്, ആശ്രിത പെൻഷൻ, പെൺമക്കളെ കെട്ടിക്കാനുള്ള സഹായം, വിധവാ പെൻഷൻ, പ്രസവ ആനുകൂല്യങ്ങൾ, മരണാനന്തര ചടങ്ങുകൾക്കുള്ള ആനുകൂല്യങ്ങൾ. ഇതൊക്കെ എന്താ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമേ ഉള്ളോ ഇത്തരം കാര്യങ്ങളൊക്കെ? വേറെ ആർക്കും ഇല്ലേ പ്രസവവും ചാവും ഒന്നും? ഇതാരാണ് അനുവദിച്ചു കൊടുത്തത്? ഇതുവരെ ആർക്കും ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു എതിർ ശബ്ദങ്ങളുമില്ല. ഞങ്ങൾ 1-2 പേര് ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് സംസാരിച്ചാൽ ശബ്ദമുണ്ടാകത്തില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ എല്ലാവരും പ്രതികരിക്കണം. ഒരു കമന്റ് രൂപത്തിലാണെങ്കിലും മതിയെന്നേ, പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. നമ്മളുടെ അഭിപ്രായം നമ്മൾ അവിടെ രേഖപ്പെടുത്തി തന്നെ പോണം. ഉലമാ ബോർഡിന്റെ മൂന്നാമത്തെ ആവശ്യം 1992 കലാപത്തിൽ പിടിച്ച മുഴുവൻ മുസ്ലിങ്ങളെയും ജയില് തുറന്ന് പുറത്തുവിടണം. 4 ഇതുവരെ പിടിച്ചിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും, 92 ആദ്യം പറഞ്ഞത്, അതായത് പോപ്പുലർ ഫ്രണ്ടുകാരെ പുറത്തുവിടണം എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ RSSനെ ബഹിഷ്കരിക്കണം. ഒവൈസിയുടെ മകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സകല കാഫിറുകളെയും ഞങ്ങൾ ചുട്ടുകൊല്ലും. കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങള്.
ചുട്ടുകൊല്ലും. ഒവൈസി പറഞ്ഞത്, എന്നാണോ നരേന്ദ്രമോദി ആ കസേരയിൽ നിന്ന് ഇറങ്ങുന്നത്, എന്നാണോ യോഗി ആദിത്യനാഥ് ആ കസേരയിൽ നിന്ന് ഇറങ്ങുന്നത്, അന്ന് ഞങ്ങൾ ഈ രാജ്യം മതവൽക്കരിക്കും, അന്ന് ഞങ്ങൾ ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും. ഏതെല്ലാം രൂപത്തിലാണ് അവരുടെ അജണ്ടകൾ അവർ നടപ്പിലാക്കുന്നതെന്ന് കണ്ടോ? 2 ദിവസങ്ങളായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മെക്സെവൻ നിങ്ങൾ യൂട്യൂബിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കണം. മെക്സെവൻ മുസ്ലിം മെജോറിറ്റി മേഖലയിൽ മുസ്ലിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ഒരു വ്യായാമ മുറ 7 ഇനത്തിലായി 21ഓളം സെഗ്മെന്റുകൾ, അതില് 21 മിനിറ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു വ്യായാമ മുറ 2022 ഇത് ആരംഭിച്ചത്. ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡായ സൊലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു മലപ്പുറംകാരനാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് ഒരു പരിശീലനം നൽകാൻ പാടില്ല. ഇത് രാജ്യത്തിനെതിരാ. മിലിറ്ററിക്ക് പരിശീലനം നൽകാം, പുറത്തുള്ളവർക്ക് പരിശീലനം നൽകാൻ പാടില്ല എന്നാണ്. ആ എതിർപ്പൊന്നും ഇവർക്ക് പ്രശ്നമല്ല. എന്നിട്ട് മലപ്പുറത്ത് ഒരു സ്കൂട്ടർ ഓടിച്ച പെൺകുട്ടിയെ അയൽവാസിയായ മുഹമ്മദ് യൂസഫ് കാല് തല്ലി ഓടിച്ചു. പെൺകുട്ടി സ്കൂട്ടർ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കയറിയതിന്റെ പേരിൽ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കുടുംബവും അനുഭവിച്ച പ്രശ്നം ചെറുതല്ല. അതും മലപ്പുറത്ത്. മറ്റൊരു പെൺകുട്ടി കാലിൽ ചിലങ്കയിട്ട് ക്ഷേത്രത്തിൽ നൃത്തം കളിച്ചു. അതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചിട്ട് പള്ളിയിൽ കബറടക്കം ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി എല്ലാത്തിനും മുസ്ലിങ്ങൾ പെൺകുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് എതിര് പ്രകടിപ്പിച്ചവർ. നമുക്കറിയാം, ഒരു പെൺകുട്ടി പഠിച്ചു, മാഷിദ PV. ആ പെൺകുട്ടിക്ക് ഒരു സമ്മാനദാനം നടക്കുന്ന ചടങ്ങിൽ പോലും ആ പെൺകുട്ടിയെ കേറ്റാതെ അപമാനിച്ചു വിട്ടെടുത്ത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മെക്സവനകത്ത്. അവരാകെ വരിഞ്ഞു മുറുക്കി കെട്ടി അപ്പിക്കുപ്പായക്കാരായിട്ട് ഇറങ്ങി നിന്ന് എക്സസൈസ് ചെയ്യുക. എന്നിട്ട് ഒരുപാട് പുരുഷന്മാരും ഒരു പ്രത്യേക യൂണിഫോമാണ്, പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല. 2 വർഷം കൊണ്ട് 1000-ലധികം ബ്രാഞ്ചുകൾ വളർന്നു. ഇതിന്റെ പിന്നിൽ ഇവര് ഖുർആൻ ക്ലാസ്സുകളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആദ്യം രംഗത്ത് വരുന്നത് CPIM-ന്റെ മോഹന മാസ്റ്റർ. രണ്ടാമത് സമസ്തയുടെ ഒരു പുരോഹിതൻ, പിന്നീട് സുന്നിയുടെ പുരോഹിതന്മാരൊക്കെ വന്നു. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി, ഇനി നമ്മൾ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ നമ്മൾ പരസ്പരം തലതല്ലി കീറും. ഇവരങ്ങനെയാണല്ലോ. ഇവരെ ഒരു നിഴൽ ശത്രുവിനെ ഉണ്ടാക്കും. ആ ശത്രുവിനെതിരെ ഇവർ ആദ്യം പൊരുതും, പിന്നീട് ശത്രു ഇല്ലാതായാൽ ഇവര് പരസ്പരം വെട്ടിക്കീറിച്ചാകും. അതാണ് ഇവരുടെ രീതി. അങ്ങനെ മെക്സവനെ അന്വേഷിക്കുന്നതിനു വേണ്ടി മിലിറ്ററി ഇന്റലിജൻസ് എത്തി. NIA ഈ കാര്യം അറിഞ്ഞു. സംശയത്തോടു കൂടി തന്നെ അവർ വീക്ഷിച്ചു. കാരണം ഈ 1000 ബ്രാഞ്ചുകളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലായിരുന്നു. മുസ്ലിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം. യോഗ ഹറാമാണെന്ന് പറഞ്ഞവർ, എക്സസൈസ് ഹറാമാണെന്ന് പറഞ്ഞവർ, കരാട്ടെ പെൺകുട്ടി പഠിക്കരുത് എന്ന് പറഞ്ഞവർ, സ്ത്രീകൾ അപ്പിക്കുപ്പായക്കാരികളായ പോത്തിന്റെ കുപ്പായം ധരിച്ച പോത്തുകളെ നീയൊക്കെ വീട്ടിലിരുന്നോ പേറിയന്ത്രമായി എന്ന് പബ്ലിക്കായിട്ട് വന്ന് പ്രഭാഷണം നടത്തിയ റഹ്മത്തുള്ള കാസമി മൂത്തേടത്തിന്റെ നാട്ടിൽ ഒരു മെക്സവൻ എന്ന് പറയുന്ന ഒരു എക്സസൈസ് അരങ്ങേറുവാണ്. നമ്മളിൽ ആരെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് കേട്ടോ? 1000 ബ്രാഞ്ചുകളുണ്ട് ഇവർക്ക്. കേട്ടില്ല. ഈ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരിവിടെ കൊണ്ടുവരുവാണിത്. ആരാ കൊണ്ടുവരുന്നത്? മുസ്ലിങ്ങൾ തന്നെ. ഇതാരാ? നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിലെ NDF-കാർ, പഴയ നിരോധിക്കപ്പെട്ട തീവ്രവാദ രാജ്യവിരുദ്ധ സംഘടനയായ സിമിയുടെ ആളുകൾ, നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ, SDPI-യുടെ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, ഇവരൊക്കെ കൂടി കണ്ടോ, ഇവരുടെ അന്തർധാര സജീവമാണ്. ഇപ്പോഴും ഐക്യമില്ലാത്തതും ഒരുമയില്ലാത്തതും ഈ രാജ്യത്തിന്റെ ദേശീയതയോടൊപ്പം നിന്ന് പൊരുതാൻ സാധിക്കാത്തതും ആരാണെന്ന് സ്വന്തമായിട്ട് മനസാക്ഷി കുത്ത് നമുക്കുണ്ടാകണം. അവർ ഒരുമിക്കുവാണ്. എന്തിന്? ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി.
ഇൻഷാ അല്ലാ ഇൻകിലാബ് അവരുടെ മുദ്രാവാക്യമാണ്. നമ്മൾ കേട്ടില്ലേ, അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. ആരാ വിളിക്കുന്നത്? 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ. അവൻ പറയാ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. ഒരു മുതുകാലന്റെ തലയിലിരുന്ന് ഒരു കുട്ടിക്കാലനെ കൊണ്ട് വിളിപ്പിക്കുക, ഒന്നുകൂടെ മറന്നടാ, ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. എന്തുവാ പറയുന്നേ? ഈ കുട്ടിക്കറിയാമോ അരിയും മലരും എന്തിനുപയോഗിക്കുന്നതാണ്? ഈ കുന്തിരിക്കം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ കുട്ടിയെ 30ഓളം മുതുകാലന്മാർ ഒരു മുറി അടച്ചിട്ടിരുന്ന് 1 മാസത്തോളം കാലം പഠിപ്പിക്കുക. ഈ മുദ്രാവാക്യം നീ വിളിക്കണം. ആ കുട്ടിയെ പഠിപ്പിച്ച് ആ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കുന്നു. അപ്പോൾ ഇവര് ഏത് രൂപത്തിലായിരിക്കും മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലെ ഒരു മതപുരോഹിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോ കുറെ ആളുകൾ അല്ലാഹു അക്ബർ എന്ന് വന്ന് വിളിച്ച് പോലീസുകാരെ ആക്രമിച്ച് ഈ മതപുരോഹിതനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. പിന്നീട് UAPA നിയമപ്രകാരം NIA വന്നു, ഇയാളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി. ഇയാളെ കൊണ്ടുപോയി നോക്കിയപ്പോ എന്താ, ഇയാളൊരു മദ്രസയിലെ വലിയ പുരോഹിതനാ, UP-ലാ. ഇയാള് കുട്ടികളെ എങ്ങനെ റെയിൽവേ പാളം തെറ്റിക്കാമെന്ന് പഠിപ്പിക്കുക. എങ്ങനെയുണ്ട്? എങ്ങനെ പാളം തെറ്റിക്കാം മദ്രസയിലൂടെ പഠിപ്പിക്കാം. കുട്ടികളെ ഒക്കെ NIA പൊക്കിയിട്ടുണ്ട്. UP-ലായതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ശിക്ഷിക്കപ്പെടും. കാരണം യോഗി ആദിത്യനാഥാണ്. നമ്മൾ ആഗ്രഹിച്ചു പോകുവാൻ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നെതന്യാഹുവിനെ പോലെ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിലെന്ന്. എന്നാൽ ബംഗ്ലാദേശികളും അഫ്ഗാനികളും പാക്കികളും ഒതുങ്ങുമായിരുന്നു. അതല്ലെങ്കിൽ യോഗിയെ പോലെയെങ്കിലും ഒരു പ്രധാനമന്ത്രി. നരേന്ദ്രമോദി മോശമാണെന്നല്ല പറഞ്ഞത്, ചില വിഷയങ്ങളിലെങ്കിലും ഒരുപക്ഷെ രാജ്യത്തിന്റെ സുരക്ഷയെ കരുതി സംയമനം പാലിക്കുന്ന ആർഷഭാരത സംസ്കാരം പിന്തുടരുന്നത് കൊണ്ടായിരിക്കും. നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് നമ്മൾ ആലോചിച്ചു പോകുവാണ്, ബംഗ്ലാദേശിനെ നിലയ്ക്ക് നിർത്താൻ ഈ സ്വതന്ത്ര ഭാരതത്തിന് സാധിക്കും, പക്ഷെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായേക്കാം. അപ്പോ പാളം എങ്ങനെ തെറ്റിക്കണം, കല്ലും കമ്പും പറക്കി എങ്ങനെയാണ് പാളത്തിൽ വെച്ചിട്ട് ട്രെയിൻ തള്ളിയിടേണ്ടത് എന്ന് ഈ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പൊ ഈ കുട്ടികളോട് പഠിപ്പിക്കുന്നത് എന്തായിരിക്കും? മക്കളെ, അതിനകത്ത് കൂടുതൽ കാഫിറുകൾ വരുന്നുണ്ട്, ആ കാഫിറുകൾ അത്രയും പേരും അങ്ങ് ചത്തൊടുങ്ങിക്കോട്ടെ. അപ്പൊ കുട്ടികൾ തിരിച്ചു ചോദിക്കും, അല്ല അതിനകത്ത് മുസ്ലിങ്ങളും ഉണ്ടാകത്തില്ലേ ഉസ്താദെ? സാരമല്ല, 1-2 പേരൊക്കെ ചത്താലും സാരമൊന്നുമില്ല, ഇവര് കൂടുതൽ ആൾക്കാരങ്ങ് ചത്തോളുമല്ലോ. ഇവിടെ ജമീഷ മുബിൻ എന്ന് പറയുന്ന ഒരു 22കാരൻ ഒരു മൂകയും ബധിരയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. ഈ പയ്യൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. റൂമിനകത്ത് വന്നിരിക്കുന്നു. ഈ പയ്യൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല 3 മാസം. ഇടയ്ക്കൊന്ന് പുറത്തു പോകും, അതുപോലെ തിരിച്ചും വരും. ഒരു ദിവസം രാത്രി ഇവന്റെ 5 സുഹൃത്തുക്കളെ വിളിക്കുന്നു. കുറച്ച് സാധനങ്ങൾ കാറിൽ കയറ്റാനുണ്ടെന്ന് ഹെൽപ്പ് ചെയ്യണം. 5 കൂട്ടുകാർ വരുന്നു. അതില് ഒന്ന് ട്വിൻ ബ്രദേഴ്സ്. ഈ 5 പേരും ഇവനും ചേർന്ന് കാറിനകത്ത് ഒരുപാട് സാധനങ്ങൾ ചാക്കിനകത്ത് കെട്ടിയേക്ക് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല, ഇതിനകത്ത് കയറ്റുന്നു. എന്നിട്ട് അവസാനം ഈ 22കാരൻ പറയുവാണ്, നമുക്കിനിയും ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല കേട്ടോടാ, നാളെ ഇതേ സമയം ഞാൻ സ്വർഗത്തിലായിരിക്കും, നീ ടെറസിന്റെ മുകളിൽ കയറി മുകളിലേക്ക് നോക്കിയാൽ മതി, നക്ഷത്രമായിട്ട് ഞാൻ ഉണ്ടാവും. എന്താടാ നീ പറയുന്നേ? ആടാ. ശരി, ടാറ്റ പറഞ്ഞു, സലാം പറഞ്ഞു. ഇവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ഒക്കെ ചെയ്തു. ശരി, എന്നിട്ട് ഇവര് പോയി. പിറ്റേ ദിവസം രാവിലെ ദീപാവലിയാ, 2022 ദീപാവലി. കോയമ്പത്തൂരിലെ സംഘമേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഈ പയ്യൻ പോകുന്നത്. ദീപാവലി അല്ലേ, ഒരുപാട് കാഫറുകൾ വരുമല്ലോ, ഇടിച്ചു കയറി പൊട്ടിത്തെറിക്കാമല്ലോ. ഇരുമ്പ് നിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്, കാരണം അവിടെ ഊറികൾ കാത്തിരിക്കുക, അവരെ വേസ്റ്റ് ആക്കരുതല്ലോ. അങ്ങനെ ആള് കാർ ഓടിച്ച് ക്ഷേത്രത്തിലേക്ക് കയറി ചെന്നു. ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവൻ ഇരുന്നത് ഒരു ചാക്കിലെ ഒരറ്റത്തിലാണ്. അപ്പൊ ഇതങ്ങ് പൊട്ടിത്തെറിച്ചു. ഈ ചാക്കിനകത്തുണ്ടായിരുന്നതെല്ലാം എന്താ? സ്ഫോടക വസ്തുക്കൾ. ഇവൻ ഉണ്ടാക്കുക. ഈ വീട്ടിനകത്തിരുന്ന് ഇവൻ ഉണ്ടാക്കിയിട്ട് ആ വീട്ടുകാർക്ക് ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇവൻ എവിടെന്നാ ഈ കോച്ചിങ് കിട്ടുന്നത്. ഈ 22കാരൻ ഈ എത്ര ജീവിതം ബാക്കിയുണ്ട്? ഒരു ബധിരയും മൂകയുമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് അതിന്റെ കരിയർ എന്താ? സ്വർഗമാണ് പ്രധാനം. കൊല്ലപ്പെടുന്നതാരാ? കാഫിറുകൾ. ഇനിയും ഇതേ രീതിയുമായിട്ടൊന്ന് ബംഗ്ലാദേശിലേക്ക് വന്നേ. മൃഗങ്ങളോട് ദയ കാണിക്കുന്നുണ്ടോ? പച്ചയ്ക്ക് ചുട്ടുകൊല്ലുക.
അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കഴുത്തെടുക്കുക, സ്ത്രീകളെ ബലാത്കാരം ചെയ്യുക. ഇവർക്ക് ദയ തോന്നുന്നില്ല. എന്താ കാരണം? ഇവരുടെ മനസ്സിൽ ഇവര് കാഫിറുകളാണ്. കാരണം കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയണം. ഇതാണ് റൂള്. നിങ്ങളിന്ന് പോയിട്ട് കൽക്കട്ട ഖുർആൻ കേസ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, ഒന്ന് നോക്കണം. അതിലുപരി വേറെ ഒരു വിഷയമുണ്ട്. 1986 ജൂലൈ 29 ഡൽഹിയിലെ ലോഹിത്ത് എന്ന് പറയുന്ന ZS ലോഹിത്ത് ജഡ്ജാണ്. അദ്ദേഹം ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു സംഘടനയിലെ 2 പേര്, പ്രസിഡന്റും സെക്രട്ടറി, അവര് ഒരു തുറന്ന കത്തെഴുതാണ് സോഷ്യൽ മീഡിയയിൽ. കാഫിറുകളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ ഖുർആനിലുണ്ട്. ലോകത്തിന്റെ ഏത് കോണില് ഒരു കലാപം നടന്നാലും അതിനകത്തൊരു മുസ്ലിം നാമം വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ഗ്രന്ഥത്തിൽ ഇത് ഉള്ളത് കൊണ്ടാണ്. ഇത് വിചാരണയ്ക്ക് എടുക്കുന്നു. കുറെ സിറ്റിങ്ങുകൾ കഴിഞ്ഞു. ഇവരെ 2 പേരെയും കൊല്ലുമെന്ന് പറഞ്ഞ അൽ ഖ്വയ്ദയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ഭീകര സംഘടനാ നേതാക്കൾ ഭീഷണി മുഴക്കുന്നു. അങ്ങനെ കോടതിയിൽ കുറെ സിറ്റിങ്ങുകളായി. അപ്പോ എതിർഭാഗം പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഇതിനകത്തില്ല. അപ്പോ ZS ലോഹിത്ത് മുസ്ലിം ഉലമാക്കളെ, പണ്ഡിത സഭയെ എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് കക്ഷി ചേരണം. ഇയാളിത് പറഞ്ഞത് ഉള്ളതാണോ അല്ലേന്ന് നമുക്ക് അറിയണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം. ആരും തയ്യാറായില്ല. അങ്ങനെ ഈ ജഡ്ജ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇദ്ദേഹം തന്നെ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചു, എനിക്കിതൊന്ന് പഠിക്കണം. ഇദ്ദേഹം ആദ്യം, നിങ്ങൾ ആരെങ്കിലും രംഗീല റസൂൽ എന്ന് കേട്ടിട്ടുണ്ടോ? രംഗീല റസൂൽ, കാബാജിയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? രംഗീല റസൂൽ കുറച്ച് മുസ്ലിങ്ങള് ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി 3 വിമർശനങ്ങൾ ഉന്നയിച്ച് പുസ്തകങ്ങൾ എഴുതി, പ്രഭാഷണങ്ങളും. ഒന്ന് സീതവേശ്യയാണ്, പിന്നെ രാമനെയും അയ്യപ്പനെയും ശിവനെയും ഒക്കെ വളരെ മോശമായ രൂപത്തിൽ പറഞ്ഞിട്ട് എഴുതി. അപ്പൊ അതിനകത്ത് ഒരു ഹൈന്ദവ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സംഘടനാ നേതാവാണ്. അദ്ദേഹം വേറെ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് രംഗീല റസൂൽ. അതിനകത്ത് മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതി. കന്യകയുണ്ട്, വിധവയുണ്ട്, പിന്നെ വിഭാര്യയുണ്ട്, വിധവയുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ ലിസ്റ്റുകളുമായിട്ട് തടിച്ചവളുണ്ട്, കറുത്തവളുണ്ട്, പൈതലുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് നബിക്ക് ഇഷ്ടം പോലെ കെട്ടാമായിരുന്നു. അങ്ങനെ ആ എഴുതിയ മനുഷ്യനെ ഇവര് കൊന്നു. എഴുതി എന്ന് അവകാശപ്പെട്ട് വേറൊരാളെ വന്നത്, അയാളെ ഇവര് കൊന്നു. അപ്പൊ ഈ നമ്മുടെ ജസ്റ്റിസ് ലോഹിത്ത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന് പഠിക്കുക. രംഗീല റസൂൽ എന്നൊരു കൃതി, അതൊരു പദ്യമാണ് കേട്ടോ, ഒരു സോങ് ആണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ആദ്യം ഹൈന്ദവ നിന്ന നടത്തിയപ്പോഴാണ് ആശയം കൊണ്ട് എതിർക്കുന്നതിന് വേണ്ടി വേറെ ഒരു കൃതി അവിടെ രൂപപ്പെടുന്നത്. പക്ഷെ അത് ചിന്തിക്കുന്നില്ല. ഗോദ്രയും ഗുജറാത്തും പോലെ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, അതുകൊണ്ടാണ് അതിന്റെ പ്രതിപ്രവർത്തനം ഇവിടെ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ ഇദ്ദേഹം രംഗീല റസൂലിന്റെ ചരിത്രം പഠിക്കുന്നു, ഇത് പഠിക്കുന്നു. അപ്പോൾ ഈ ZS ലോഹിത്ത് കുറെ ഖുർആൻ പരിഭാഷകൾ എടുത്തു കൊണ്ടുവന്നു. കോടതിയിൽ ഇദ്ദേഹം ഇതെല്ലാം വിചാരണ നടത്തി. എന്നിട്ട് ഇവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഈ ഖുർആനിനകത്തുണ്ട്. എന്നിട്ട് ഈ ZS ലോഹിത്ത് എഴുന്നേറ്റ് നിന്ന് 24 വചനങ്ങൾ പാരായണം ചെയ്തു. ഖുർആനിൽ നിന്ന് 24 വചനങ്ങൾ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതൊരു ദൈവത്തിന്റെ വചനമാണോ? അന്യമത വിരുദ്ധതകൾ ദൈവം പറയാൻ പാടുണ്ടോ? കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്കു വെട്ടിക്കൊല്ലാൻ കാഫിറുകളെ സൃഷ്ടിച്ച പടച്ചോൻ എങ്ങനെ പറയും ഇതൊരു ദൈവിക ഗ്രന്ഥമാണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ചരിത്ര പ്രധാനമായ ഒരു വിധി. 1986 ജൂലൈ 29 ജസ്റ്റിസ് ലോഹിത്ത്, ZS ലോഹിത്തിന്റെ വിധിയാണ്. ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല ഈ ഗ്രന്ഥം എന്ന് മാത്രമല്ല, ലോകത്തിന്റെ ഏതൊരു ഭാഗത്തും
മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ കലഹമോ കലാപമോ ഉണ്ടാകുന്നോ അതിന്റെ എല്ലാം കാരണക്കാർ ഈ ഗ്രന്ഥമാണ്. അതാണ് നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞത്. എന്നെ വെട്ടിയ ആളുകളോട് എനിക്ക് വിരോധമില്ല, ആ മഴിവിനോട് എനിക്ക് വിരോധമില്ല. മുഹമ്മദ് എന്ന ചോദ്യപേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ എന്റെ കൈയും കാലും എടുത്ത മഴിവിനോട് എനിക്ക് വിരോധമില്ല. ഇവരൊക്കെ ഇരകൾ മാത്രമാണ്. പ്രതികൾ എവിടെയാ? ഖുർആനിലാണുള്ളത്. ആ ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ ആരാധിക്കുന്നവർ മാത്രം മതി ഈ ലോകത്ത്. ഈ ലോകത്ത് കാഫിറുകൾ ആരും വേണ്ട. ഈ ലോകം മുഴുവനും എന്നാണോ അള്ളാഹുവിന്റെ കാൽ കീഴിലാകുന്നത്, ഇസ്ലാമിന്റെ കാൽ കീഴിൽ എന്നാണോ ഈ ലോകമാകുന്നത്, അതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. 9-ാം അധ്യായം ഖുർആനിലെ ഒരു വചനമാണ് കേട്ടോ. 9-ാം ഖുർആനിലെ ഒരു അധ്യായമാണ്. 120 എത്ര അധ്യായമാണുള്ളത്? 114 അധ്യായം. മറന്നും പോയി. 114 അധ്യായത്തിലെ 9-ാം അധ്യായമാണിത്. 121-ാമത്തെ വചനം. 123-ലും അല്ലാഹു പറയുന്നത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫിറുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. എങ്ങനെ? അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം, ഭീകരത കണ്ടെത്തണം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ബംഗ്ലാദേശിലെ കാഫിറുകളോട് ഇത്രയും നിഷ്ഠൂരമായിട്ട് പ്രവർത്തിക്കുന്നത്. രൂക്ഷത കാണണം, അവര് ഭയക്കണം. മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ പോകണം. ഇതുപോലെ നാളെ ഈ കേരളം സംഭവിക്കാതിരിക്കണമെങ്കിൽ, കേരളം നാളത്തെ ബംഗ്ലാദേശ് ആകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഈ ബഹുസ്വരതയും ജനാധിപത്യവും ഒക്കെ ഇങ്ങനെ തന്നെ നിലനിന്ന് നമുക്ക് സന്തോഷത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ പ്രതികരിക്കാനും കൂടി പഠിക്കണം. നന്ദി.